കോട്ടയം ജില്ലയിലെ ഒരു പട്ടണമാണ് വൈക്കം. വൈക്കം പ്രസിദ്ധമായിരിക്കുന്നത് അവിടുത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. 1924 ഇവിടെ നടന്ന വൈക്കം സത്യാഗ്രഹവും ഏറെ പ്രസിദ്ധമാണ്. ഞാനിവിടുത്തെ ചാർജ് ഓഫീസറാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ്. വൈക്കം സത്യാഗ്രഹ മ്യൂസിയം 2020 ജനുവരി 21 ഇവിടെ ആരംഭിക്കുന്നത്. വൈക്കം നഗരസഭയുടെ സഹകരണത്തോടുകൂടി കേരള ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 100 വർഷം മുമ്പ് 1924 ഇത് ഉണ്ടാകുന്നത്. 603 ദിവസം നീണ്ടുനിന്ന ഈ സത്യാഗ്രഹത്തിൽ ആദ്യമായിട്ട് ഈ സത്യാഗ്രഹം തുടങ്ങുന്നത് കുഞ്ഞാപ്പി, ബാബുലെ, ഗോവിന്ദ പണിക്കർ എന്നീ വ്യക്തികളാണ് ഇതിന് തുടക്കമായിട്ട് വൈക്കം ക്ഷേത്രത്തിന് മുൻപിലുള്ള ബാരിക്കേഡുകൾ തകർത്ത്, ആ റോഡിലേക്കുള്ള ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഇവരാണ് ആ സമരത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. അതിനോടൊപ്പം വലിയൊരു ജനാബലിയും അവരുടെ പുറകെ അതിനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിന് നേരിട്ട ഒരു അപമാനം, അദ്ദേഹം ഈ വൈക്കത്തിൻ്റെ ക്ഷേത്രത്തിന് പുറത്തുള്ള വഴികളിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിനെ ആ വഴിയിൽ നിന്ന് ഇറക്കി വിടുകയും അതിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈഴവ സമുദായം അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും TK മാധവൻ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുകയും അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിന് കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. അതോടൊപ്പം ഗാന്ധിജിയുടെ ആശീർവാദങ്ങളും ഇതിനുണ്ടായിരുന്നു. ഗാന്ധിജി 1925 ഇവിടെ വരികയും ഇണ്ടന്തുരുത്തി മന എന്നൊരു മനയിൽ പോയി ഇതിനു വേണ്ടിയിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ പ്രശ്നപരിഹാരം അപ്പോഴും സാധ്യമായില്ല. എന്നിരുന്നാലും ഈ 2 വർഷത്തോളം നീണ്ട 603 ദിവസം നീണ്ട ഈ സത്യാഗ്രഹത്തിൽ അത്രയും നാൾ നീണ്ടപ്പോഴേക്ക് ഈ സത്യാഗ്രഹത്തിന് ഫലം കാണുകയും വിവിധ രംഗങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടി മധുരയിൽ നിന്നും EV രാമസ്വാമി നായ്ക്കർ എന്ന തന്റെ പെരിയാരം അദ്ദേഹം ഒരു ജാഥ നയിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് വരികയുണ്ടായി. പിന്നെ സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂരം നടത്തുകയുണ്ടായി. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് വിവിധ തരങ്ങളിലുള്ള സപ്പോർട്ടോടുകൂടിയാണ് ഈ വൈക്കം സത്യാഗ്രഹം അതിൻ്റെ മുതലത്തേക്ക് എത്തുന്നത്. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടുന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30 തുടങ്ങിയ 603 ദിവസം നീണ്ടുനിന്ന അയിത്തത്തിനെതിരായുള്ള സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. വൈക്കത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബോട്ടിയെട്ടി പുറമായ ബോട്ടിയെട്ടിയാണ്. മഹാത്മാഗാന്ധി വന്നിറങ്ങിയ ജെട്ടിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സത്രമാണിത്. മഹാത്മാഗാന്ധി വന്നിറങ്ങിയ സ്ഥലം, ഇവിടെ സത്യാഗ്രഹം ഇരുന്ന സ്ഥലം ബോട്ടിയെട്ടി മഹാത്മാഗാന്ധി വന്നിറങ്ങിയത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോയി, നേതാക്കന്മാർ വന്നു പോയി സത്യാഗ്രഹം നടത്തി. പിന്നെ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പേരുകേട്ട സത്യാഗ്രഹമാണ്. വേണ്ടി ഇവിടെ സത്യാഗ്രഹം നടത്തി. മഹാത്മാഗാന്ധി രണ്ടാമതായി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ച ആ സത്യാഗ്രഹം ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അദ്ദേഹം സവർണ ഹിന്ദുക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമാവാത്തതിനെ തുടർന്ന് ഏപ്രിൽ 7 സത്യാഗ്രഹം പുനരാരംഭിച്ചു. ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അവർണ ജാഥ നവംബർ 13 തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുകുലുക്കി. തുടർന്ന് 1925 മാർച്ച് 8 ഗാന്ധി വീണ്ടും കേരളത്തിലെത്തി. അദ്ദേഹം എറണാകുളം വഴി മാർച്ച് 10 വൈക്കത്തെത്തി സത്യാഗ്രഹികളോടൊത്ത് പ്രഭാത ഭജനയിൽ പങ്കെടുത്തു.